ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വടയാണ്. ഉഴുന്ന് കുതിർക്ക, അരക്ക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉഴുന്ന് വടയൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നല്ല ക്രിസ്പിയും കൂടിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ലേറ്റ് ആക്കണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അവിലാണ് കേട്ടോ. അപ്പൊ അത് 2 കപ്പ് അവില് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ അവിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവില് നമുക്ക് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മുമ്പ് അരിപ്പൊടി വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിലില്ലാത്തവര് അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കൈയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈയിന് വേണമെന്നില്ല, സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതുപോലെ കുതിർന്ന് കിട്ടും. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കണം. പിഴിഞ്ഞിട്ടാണ് നമ്മളിത് മിക്സിയിൽ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. മുഴുവനായിട്ട് പിഴിയണ്ട, കാരണം നമുക്ക് ഇത്തിരി വെള്ളം ആവശ്യമുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിഴിഞ്ഞാൽ മതി. എന്നിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ പേസ്റ്റ് മാതിരി അരക്കണ്ട, ഒരു 3-4 തവണ ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ അതേ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. കണ്ടില്ലേ, ഒരുപാട് അരഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാനിത് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലൊന്ന് മിക്സ് ചെയ്യാനായിട്ട് അരിപ്പൊടിയാണ്. അപ്പൊ ഞാൻ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇടുക. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് പുളിയുള്ള തൈര് ചേർക്കാൻ നോക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അഥവാ കുറച്ച് ലൂസായെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബോൾ ആക്കി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവം കിട്ടണം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കുരുമുളക് ക്രഷ് ചെയ്യുന്നതിന് പകരമായിട്ട് മുഴുവൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ. അപ്പോഴത്തേ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒത്തിരി ടൈറ്റ് ഒന്നും അല്ല. ഇതുപോലെ ബോളാക്കിയിട്ട് നമ്മൾ ഈ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. സാധാ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ അത്ര ലൂസായിട്ടല്ലേ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഇപ്പൊ തന്നെ ചുടുന്നില്ല. ജസ്റ്റ് ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ചുടുക. ടൈം ഇല്ലാത്തവരാണെങ്കിൽ മാത്രം അപ്പൊ തന്നെ ചുട്ടാൽ മതി. അപ്പൊ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊന്ന് നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നായിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതിന്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നാലേ ഇതൊന്ന് വെന്ത് കിട്ടുള്ളൂ ഉൾഭാഗമൊക്കെ. അപ്പൊ അതെ ഞാൻ 3 എണ്ണം ഇട്ടിട്ടുണ്ട്. 3-4 നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പൊ ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഇടുമ്പോഴേ തീ കുറച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവില്ല, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ ഇനി തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഉൾഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതിന്റെ കളർ നല്ലപോലെ മാറും, നല്ല ബ്രൗൺ കളർ ആവും. അപ്പോഴാണ് നമ്മൾ ഇത് തിരിച്ചെടുക്കുന്നത്. ഇപ്പൊ ഇതേ 2 സൈഡും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിരിക്കുകയൊന്നും ഇല്ല. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കുട്ടികളൊക്കെ ഉഴുന്നുവടയൊക്കെ കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു കിടിലനായിട്ടുള്ള ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ പൊളിയായി കഴിക്കാൻ. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കുറേ നേരം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, ക്രിസ്പി ആയിട്ട്. അപ്പൊ നല്ല കറമുറാന്ന് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള വടയല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ഒന്ന് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.